അത് വായിച്ചെന്റെ പ്രഭാഷകൻ തന്നെ വായിക്കും. പ്രഭാഷകൻ 26 തുടർച്ച വായിക്കും. സുശിഷ്ടമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർദ്ധമാനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്. വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ. കണ്ട, ദൈവ ഭയമില്ലാത്ത. അപ്പൊ ഈ ദൈവഭയം ഇല്ലെങ്കിൽ എല്ലാം അവസാനിക്കും. അതാണ് ദൈവഭയത്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. ദൈവഭയമാണ് എല്ലാ ജ്ഞാനത്തിന്റെയും തുടക്കം. എവിടേക്കുണ്ട്? സുഭാഷിതങ്ങൾ 1:14. ജോബ് 28:21 ജ്ഞാനത്തിന്റെ തുടക്കം. സങ്കീർത്തനം 111:10. പ്രഭാഷകൻ 1:14. അപ്പൊ അതൊന്ന് വായിക്കായിരുന്നെങ്കിൽ ജ്ഞാനത്തിന്. അപ്പൊ ദൈവഭയം, അതാണ് ആദ്യം നമ്മളെടുത്ത ആ ചാപ്റ്റർ. പ്രഭാഷകൻ 34:20 വനം പറഞ്ഞില്ലേ? ദൈവഭയമുള്ളവർക്കാണ് ഇതെല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുക്കുന്നത്. അല്ലാത്തവർക്ക് അനുഗ്രഹങ്ങളായിരിക്കില്ല. അപ്പൊ ദൈവഭയം വന്നാൽ എല്ലാ മാറ്റങ്ങളോടെ നടന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉത്തമമായ ഭാര്യയെ പറ്റി സുഭാഷിതങ്ങൾ പുസ്തകത്തില് 31-ാം അധ്യായത്തില് 10 തൊട്ട് 31 വചനമുണ്ട്. അതിൽ ചില വചനങ്ങൾ മാത്രം വായിക്കണം. കാര്യം ഭാര്യയെ പറ്റി അങ്ങോട്ടുള്ള കൊടുത്തു കേൾക്കുമ്പോ കേട്ടോ നൽകരുത്. കാരണം അത് അതിന്റെ മറുവശമുണ്ട്. മറുവശം എടുക്കുമ്പോ അതിനും വലുതാവും. കണ്ടോ? അത് വേണമെങ്കിൽ ഒന്ന് Corinthians 11 7 തൊട്ടൊന്ന് വായിച്ചിട്ടുണ്ട്. 11 വരെ. 11-ാം അധ്യായം പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നതാണ്? എല്ലാം അറിയുമ്പോഴാണ് നമ്മൾ ഈ ദൈവത്തിന്റെ സൃഷ്ടി മഹത്വം എല്ലാം അറിയുന്നത്. പുരുഷൻ ദൈവത്തിന്റെ പ്രതിച്ഛായയും മഹിമയും ആകയാൽ അവൻ തല മൂടരുത്. അപ്പൊ പുരുഷൻ, അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞ ഉൽപ്പത്തി പറഞ്ഞില്ലേ, നാം കേട്ടില്ലേ? ആ 26-28 പുരുഷൻ ദൈവത്തിന്റെ ഛായയിലാണ്. സ്ത്രീ ആകട്ടെ പുരുഷന്റെ മഹിമയാണ്. തലമുടാമോ പുരുഷൻ? അതാണ് കാക്കന്മാർ തലമുടി കിടക്കുന്നത്. ഈശോയ്ക്ക് എതിരാണ് എല്ലാം, ദൈവത്തിനെതിരായിട്ടാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവൻ എല്ലാത്തിനും ദൈവത്തിന് എതിരാണത്. വചനത്തിന്. അതുകൊണ്ടാണ് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല, സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. അതെ. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് സ്ത്രീക്ക് വേണ്ടിയല്ല, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷന് വേണ്ടിയാണ്. അത് മനസ്സിലായി. അതുകൊണ്ടാണ് കർത്താവ് ദൈവം എന്ത് ചെയ്ത് പുരുഷനെ ഉറക്കിയിട്ട് അവന്റെ വാരിയെല്ലാം നിന്നെടുത്ത് ആ സ്ത്രീ ആർക്ക് വേണ്ടിയാണ്? പുരുഷന് വേണ്ടിയാണ് സ്ത്രീ സൃഷ്ടിച്ചത്. ദൂതന്മാരെ ആദരിച്ച് വിധേയത്വത്തിന്റെ പ്രതീകമായ ശിരോവസ്ത്രം അവൾക്കുണ്ടായിരിക്കട്ടെ. അതുകൊണ്ടാണ് തലം മൂടണം എന്ന് പറയുന്നത്, ശിരോവസ്ത്രം. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. കർത്താവിൽ പുരുഷനും സ്ത്രീയും പരസ്പരം ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. എന്തെന്നാൽ സ്ത്രീ പുരുഷനിൽ നിന്നുണ്ടായതുപോലെ ഇന്ന് പുരുഷൻ സ്ത്രീയിൽ നിന്ന് പിറക്കുന്നു. അതാണ് ഈശോ വന്നത്. സ്ത്രീയിൽ നിന്ന് പുരുഷൻ വന്നത് ഈശോയുടെ ജന്മം. എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ. എല്ലാം ദൈവത്തിൽ നിന്ന് തന്നെ. സ്ത്രീ തല മറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയും. നിങ്ങൾ തന്നെ തീരുമാനിക്കണമെന്നാ പറയണത്. പുരുഷൻ തല മൂടാൻ പാടില്ല, സ്ത്രീ തല മൂടി പ്രാർത്ഥിക്കണം. പിന്നെ സ്ത്രീ തല മറയ്ക്കാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുവിൻ. നീണ്ട മുടി പുരുഷന് അവമാനമാണെന്നും സ്ത്രീക്ക് അത് ഭൂഷണമാണെന്നും പ്രകൃതി തന്നെ പഠിപ്പിക്കുന്നില്ലേ? അതിന് നേരെ വിപരീതമാണ് ഇപ്പൊ പലയിടത്തും കാണുന്നത്. പുരുഷൻ നീട്ടി ഇവിടം വരെ വളർത്തി, സ്ത്രീ വാഴുവാനും ഉള്ള അതിന്റെ കുറെ എല്ലാം ബ്യൂട്ടിയാണെന്ന് പറയും. എല്ലാം ദൈവം പിടിയല നിന്യമാണ്. അതിനെ എല്ലാം പിടിക്കും, ഏക്കത്തിനെ പിടിക്കും. നിയമമാക്കുന്ന 22:5 കേട്ടോ, ആണ് പെണ്ണായിട്ട് കൊടുത്താല്
ദൈവം സമ്മതിക്കല. പെണ്ണാണായിട്ട് കൊടുത്താല് ശിവനായിട്ട് ചിലരൊക്കെ കൊടുത്ത ചില സഹോദരികള്, ഞാൻ ഒരിക്കൽ പറഞ്ഞ ഒരു സഹോദരി സായിബാബയായിട്ട് കൊടുത്ത് 3 പ്രൈസ് കിട്ടി. അവസാനം കുടുംബത്തിൽ സമാധാനമില്ല, ഭയങ്കര പ്രയാസങ്ങൾ. അപ്പോ കൗൺസിൽ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് സംഗതി സായിബാബയായിട്ട് 3 പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് എടുത്തു. സായിബാബ ആരാണ്? 2 ടെസ്റ്റോണിക്ക് 2, 3, 5 വരെയുള്ള വൈശാശക്തിയാണ്. അവൻ വിശ്വാസി തന്നെയാണ്. അടുപ്പോ അതൊന്ന് വായിച്ചു കേട്ടിരിക്കും. അല്ലെങ്കിൽ അവിടെയും പോകും. സായിബാബ നല്ലതാണെന്നും പറഞ്ഞ് അവിടെ ഓടും. കണ്ടോ, അവന്റെ അടുക്കെ പോകുന്ന ആ രീതിയിലേ വരുവുള്ളൂ. പിന്നെ ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിന് മുമ്പ് വിശ്വാസ ത്യാഗമുണ്ടാവുകയും നാശത്തിന്റെ സന്താനമായ അരാജകത്വത്തിന്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാത്തിനെയും അവൻ എതിർക്കുകയും അവയ്ക്ക് ഉപരി തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ഇതാണ് സംഭവിക്കുന്നത്. കണ്ടോ, ദൈവത്തിന്റെ സ്ഥാനം പിടിക്കാണ് ദൈവമാക്കുന്നത്. കണ്ടോ, ഇതാണ് ജ്ഞാനം. 14-ാം അധ്യായം വരുമ്പോ 20-ാം വാക്യത്തിലെല്ലാം കാണുന്നത്. ജയലളിത ദൈവമാവും. ആവും, തീർച്ചയല്ല. ഇവിടെ അത് വരാത്ത ബാക്കി വരും. അല്ലെങ്കിൽ ഇവിടെയും വന്നേനെ. കേട്ടോ, അപ്പൊ കൃപകളുണ്ടെങ്കിൽ ഇതെല്ലാം അറിയാൻ സാധിക്കുമല്ലോ. അല്ലെങ്കിൽ സായിബാബ തരുന്ന കുരിശു വിട്ടുകൊണ്ട് നടക്കും. പണ്ടൊരിക്കൽ ഒരു 4 കൊല്ലത്തിന് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വന്നു. സഹോദരൻ വന്നു പ്രാർത്ഥിക്കാൻ വരുന്നുമ്പ് തൊട്ടുമുമ്പ് അലറിക്കൊണ്ടെല്ലാം വീഴുന്നു, താഴെ വീഴുന്നു, പറക്കുന്നു. അപ്പൊ ഒന്ന് കൗൺസിൽ ചെയ്യാമെന്ന് കാണിച്ചു. കൊണ്ടേ കൗൺസിൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു കുരിശ് ഗൾഫിൽ നിന്ന് ഭാര്യ കൊണ്ടൊന്ന് കൊടുത്താണ്. അത് കഴുത്തേറ്റ് റോമിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. മാർപ്പാപ്പ കൊടുത്ത കുരിശ്. ഇയാളത് കഴുത്തേറ്റത് അന്ന് മുതൽ ഇയാള് അതിനടിമയാണ്. സംഖ്യ 23:23 ആവിജാതി ഏൽക്കില്ലെന്ന് പറയുന്നത് യേശുവിൽ വരുന്നവനാണ്, യാക്കോബാണ്, ഇസ്രായേലാണ്. അല്ലാതെ വെറുതെ ധ്യാനം കൂടി 2 ധ്യാനം കൂടി 2 കൈയും വെച്ച് വന്നാലൊന്നും ഈശോ വരികയില്ല. നീ വചനം പാലിച്ച് വന്നാലേ ഈശോയിൽ വരുവുള്ളൂ. ഞാൻ ഇരുന്ന് സംസാരിച്ചോളാം കേട്ടോ, ബുദ്ധിമുട്ടോ. ഈശോ ഏൽക്കില്ലെന്ന് പറഞ്ഞ വചനം വന്ന് കർത്താവിന്റെ കൃപ പരിശുദ്ധാരി നിറഞ്ഞാല് ഇത് ഏൽക്കുകയില്ല, അല്ലാത്തവരിത് ഏൽക്കും. അപ്പൊ ഈ മനുഷ്യനെ കിട്ടുകൊണ്ട് നടക്കുകയാണ്. അന്ന് മുതൽ ഇയാള് ലോകത്തിലെല്ലാ അമ്പലങ്ങളിലും ഒരു ഹിപ്പിയെ പോലെ നടക്കുകയാണ്. ബോധമില്ല ഇയാൾ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ വിറച്ചുകൊണ്ട് താഴെ വീഴുന്നു. കാല് 2 കൊണ്ടേ കൗൺസിൽ ചെയ്ത് 1 ചെയ്താൽ മതിയാവും. ഒരു 3 മണിക്കൂർ ഒരു കൗൺസിലിംഗ് എടുക്കണം. അതൊരു 10 ചെയ്താൽ ഇവരെല്ലാം വരുവുള്ളൂ. 2 കൊറിന്തോസ് 4:4 ശക്തിയായിരിക്കും. ഇവരുടെ അന്ധകാരം ബുദ്ധിയിലും കയറിയിരിക്കും. എഫെസോസ് 4:17 തൊട്ട് 20 വചനത്തില് കൗൺസിലിംഗ്. ആദ്യത്തെ കൗൺസിലിംഗ് കഴിഞ്ഞ് 2ാമത്തെ കൗൺസിലിംഗ് കഴിഞ്ഞപ്പോ തോന്നി ഭാര്യ ഒന്ന് കൗൺസിൽ ചെയ്യണം. ഭാര്യയെ കൗൺസിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയണത് എന്നിട്ട് അറബി കൊടുത്താണ്. അറബിയുടെ കുറിച്ചിട്ടുണ്ട് നടന്ന പിന്നെ എങ്ങനെ ഇതെല്ലാം മറ്റവര് പറയും അതിലൊന്നുമില്ല. എന്തുകൊണ്ടാണ്? കൃപയില്ലാത്തതുകൊണ്ടാണ്. സംഖ്യ 23:23 സംഖ്യ യേശുവിൽ വന്ന് യേശുവിൽ ജീവിക്കുമ്പോഴാണ് ആഭിചാദ്യം ഒന്നും ഏൽക്കാതിരിക്കുന്നത്. യോഹന്നാൻ 14:6 ഞാനാണ് വഴി സത്യവും ജീവനും. അത് നമ്മുടെ ജീവിതത്തിൽ വരണം, നമ്മിൽ വരണം. 1 John 2:1-6 ജീവിക്കണം. അല്ലാതെ കള്ള് കുടിച്ചോട്ട് മറ്റവൻ കുടിച്ച് അതും കുടിച്ച് സകല പാപം ചെയ്തിട്ട് പറയുന്നതാണ് ആഭിചാദ്യം ഒന്നും ഏൽക്കലെന്ന്. ഏൽക്കും അവര്. അതുകൊണ്ടാണ് അനേകർ വീണ്ടും പാപത്തിലോട്ട് മടങ്ങിപ്പോകുന്നത്, വൈശാശക്തികൾക്ക് അടിമപ്പെടുന്നത്. സായിബാബ കൊടുത്ത കുരിശിട്ടാല് മന്ത്രവാദികൾ കൊന്ത കൊടുക്കും. ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഒരു കൃപയുണ്ട്. ആ കൃപ കിട്ടണം. ഇസക്കേൽ 22:26 ഇസക്കേൽ 44:23 എല്ലാം പറയുന്ന പോലെ എല്ലാത്തിനും ബേസിക് വിശുദ്ധിയാണ്. ജ്ഞാനം 5:19 ഈ വിശുദ്ധിയിൽ 4 കൊല്ലം ചെയ്യും. അത് ബുദ്ധിയിൽ കാണരുത്. 4 കൊല്ലം വിശുദ്ധിയിൽ. ദാനിയേൽ 12:12 പറയുന്ന പോലെ 1335 ദിവസം. ഉടനെ അവര് മനസ്സിൽ കണക്കൂട്ടണം. അത് പുതിയ തിയറിയാണ്. കാരണം ലൂക്ക 13:6-9 വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ഈ 3 കൊല്ലം എന്നല്ല 4 കൊല്ലം.
ഈ 4 കൊല്ലം വിശുദ്ധി പാലിക്കണം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൃപയ്ക്ക് കിട്ടാൻ കൃപ പ്രാർത്ഥിക്കണം. വചനം ലഭിക്കാൻ അതിന് പ്രാർത്ഥിക്കണം. കൊളോസസ് 4:2-4 വരെയുള്ള വചനത്തില് വചനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ധൈര്യം വരാൻ പ്രാർത്ഥിക്കണം. എഫേസ്യർ 6:19-20 വചനം വന്നാൽ പോരാ. കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കണം. അപ്പോസ്തല പ്രവർത്തനം 4:23-31 വരെയുള്ള വചനത്തില് ധൈര്യം ലഭിക്കാനായിട്ട്. ധൈര്യമില്ലെങ്കിൽ ടിമിഡിറ്റിയുടെ ആത്മാവായിരിക്കും. റോമ 8:15. അപ്പൊ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല പുറത്ത്. ഒരാളോട് ഈശ്വരനെ പറയാൻ സാധിക്കില്ല. ബൈബിള് കയ്യിലെടുക്കാൻ സാധിക്കില്ല. വചനം പ്രഘോഷിക്കാൻ സാധിക്കില്ല. പാട്ട് പാടാൻ സാധിക്കില്ല. ഇതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത് 1 കൊരിന്ത്യർ 14:6-26 വാക്യത്തില് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒന്ന് വേണമെന്ന്. ഒരു സാരോപദേശമോ ഒരു സങ്കീർത്തനമോ പിന്നെന്ത് എന്തെങ്കിലും അത് എന്തെങ്കിലും ഉണ്ടാകണം കയ്യിൽ. 1 കൊരിന്ത്യർ 13 ഉണ്ടെങ്കിൽ മതി തൽക്കാലം. റോമ 12 ഉണ്ടെങ്കിൽ മതി. അതിലെ തുടക്കമാണ്. സങ്കീർത്തനം 91. ഏതെങ്കിലും ഒന്നുണ്ടാകണം. അല്ലെങ്കിൽ സങ്കീർത്തനം ഒന്നുമില്ലെങ്കിൽ ഒന്നെങ്കിലും വേണം. അല്ലെങ്കിൽ 117 ഉണ്ടായാൽ 117 എത്ര വേണം? 2 ഏറ്റവും ചെറിയ സങ്കീർത്തനങ്ങൾ അതെങ്കിലും കയ്യിലുണ്ടാണ്. അത് വന്നാൽ എന്താണ്? സങ്കീർത്തനം 119:11 പ്രവർത്തിക്കും. പാപം ചെയ്യാതിരിക്കാൻ വചനം ഉണ്ടാകണം. ഇതുകൊണ്ട് 100 വചനം 1000 വചനം ഒരു ദിവസം കേൾക്കുമ്പോഴാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്നത്. അല്ലെങ്കിൽ ബുദ്ധിയിൽ പോവും, ഡിഗ്രിക്കായിട്ട് മാറും. വേറ്റി മുറിച്ച് കൊണ്ടുവരണം. ഉണ്ടോ? അത് മറ്റവർക്ക് സാധ്യമല്ല. ഇത്രയും വചനം കേൾക്കാനായിട്ട് ഇരിക്കാൻ സാധിക്കില്ല. വചനത്തിന് ശക്തി അതാണ്. ഇരുതല വാളാണ്. എബ്രായർ 4:12. മജ്ജയിലും പോയി തട്ടും, മാംസത്തിലും തട്ടും, എല്ലാം തട്ടും, രഹസ്യത്തിലും തട്ടും. ചിലപ്പോ ജ്ഞാനം 17:3 രഹസ്യ പാപങ്ങളുണ്ടാവും. അതിനെ കയറി പിടിക്കും വചനം. അപ്പൊ ഇരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവര് ഇതെല്ലാം കഠിനമാണ്. യോഹന്നാൻ 6:60 ഭയങ്കര കഠിനമാണെന്നും ഇതെല്ലാം പോകുന്നത്. ബുദ്ധിയിലാണ് എല്ലാം കാണുന്നത്. നമ്മൾ ആത്മാവിൽ കാണണം. ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ എല്ലാം അറിയാൻ സാധിക്കും. അതുകൊണ്ട് ആത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ എല്ലാം തകർന്നും പോകും. ഒരു പ്രാർത്ഥനാ സമൂഹത്തിൽ ഒരുത്തനും കയറിയാൽ നിങ്ങൾ കണ്ടുപിടിക്കണം ഉടനെ. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഗലാത്യ 2:4-10 വരെയുള്ള വചനത്തിൽ പറഞ്ഞത്, ഞാൻ ഒരു നിമിഷ നേരത്തൊക്കെ പോലും ഞാൻ വശപ്പെട്ടില്ലെന്ന് അവർക്ക്. കാര്യം എന്താണ്? അപ്പൊ അത് വായിക്കത്. അതൊന്ന് വായിച്ചാൽ, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് 2. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ചൂഷണം ഞങ്ങളെ അടിമത്തത്തിൽ കൊണ്ട് തെരഞ്ഞെടുക്കുന്നതിനെ വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. കണ്ടോ? വ്യാജ സഹോദരന്മാർ രഹസ്യത്തിൽ കടന്നുകൂടി. അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. എന്തുകൊണ്ടാണ് വശപ്പെടാഞ്ഞത്? സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടതിനാണ്. സുവിശേഷത്തിന്റെ സത്യം നിങ്ങൾക്കായി നിലനിർത്തേണ്ടത്. ഇതുകൊണ്ടാണ് പലരോടും കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കാത്തത്. നിങ്ങളും വരുമ്പോ, നിങ്ങളും ആ വിശ്വാസത്തിലോട്ട് വരുമ്പോ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യില്ല. അപ്പനല്ല, ഇളയപ്പനല്ല, കൂട്ടുകാരനല്ല, കൂടെ പ്രവർത്തിക്കുന്ന അച്ഛനാണെങ്കിലും വിട്ടുപോകും. ഈ സുവിശേഷ സത്യത്തിൽ നിലനിർത്താനായിട്ടുള്ള അതിനാണ് കൃപയെന്താണ്? കൃപയിൽ വരണം. അല്ലെങ്കിൽ പ്രവൃത്തിയാണ്. റോമ 11:6-10 വരെയുള്ള വരണം. ആത്മാവ് അല്ലെങ്കിൽ ബലഹീനമായ ആത്മാവാണ്, നിദ്രാവിത്തമായ ആത്മാവാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. മദ്യം പൊടിക്കും എല്ലാം കാണിച്ചിട്ടും പറയും ഈശ്വര പ്രാർത്ഥനയുണ്ടാണ്. അപ്പൊ കൃപ വരില്ല. 4 വർഷം അത് പാലിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് തള്ളി പറയുന്നത്. പലർക്കും ഭയം കൊണ്ടാണ് വരാതിരിക്കുന്നത്. നമ്മുടെയൊക്കെ യോഹന്നാൻ 12:43 ചിലർക്കൊണ്ട് വരണമെന്ന്. പക്ഷെ കുറ്റങ്ങൾ മാത്രം തെരിക്കിടക്കുന്ന കാര്യം എന്തുകൊണ്ട്? അവരുടെ ബന്ധനമാണ് കുറ്റങ്ങൾ, അവരുടെ ബന്ധനമാണ്. ഈ പെറ്റക്കോസ്റ്റാലിറ്റി എന്താണ്? ആദ്യം തന്നെ മത്തായി 7:1-5 വരെയുള്ളതാണ്. ആരെയും വിധിക്കാൻ പാടില്ല. പിന്നെ നിങ്ങളുടെ കൺട്രോളിലായില്ലേ? അതൊക്കെ ബുദ്ധി ഉപയോഗിക്കണം. വചനം ബുദ്ധി.
അപ്പൊ അവരെ രക്ഷിച്ചാൽ മതി. റോമ 2:1-14 വചനം എടുത്തത്, നീ ആരാണോ അനവധിക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് 1 Corinthians 12:10 ശക്തി ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും കണ്ടുപിടിക്കും. ഒരുപാട് 2 കൂടിയുള്ള പ്രബോധം തരത്തേക്കും അപ്പസ്തലനാണോ ഇല്ലെന്ന് അറിയാനുള്ള പ്രബോധികളാണ്. ഏതിലാണ് വന്നിരിക്കുന്നത് അറിയാൻ സാധിക്കും. പ്രബോധനമാണ് 1 Corinthians 12-27-28 വരെയുള്ള വനത്തില് ദൈവം ഓരോ കൃപ കൊടുത്തിട്ടുണ്ട്. അത് 4 കൊല്ലം കഴിയാതെ അറിയാൻ സാധിക്കില്ല. അത് വിശുദ്ധി പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കൃപ. അല്ലെങ്കിൽ കൃപ തൊഴിലായിരിക്കില്ല, പ്രവൃത്തിയായിരിക്കും. റോമ 11:6. അതുകൊണ്ടാണ് റോമ 11:16 വാക്യത്തില് വേര് തായ് വേര് പരിശുദ്ധമാണെങ്കിലും മറ്റുള്ള വേരെല്ലാം പരിശുദ്ധമായിരുന്നു. 1 Corinthians 5:6 ഒരു തുള്ളി വിഷം മതി എല്ലാം കലക്കാൻ. നമ്മുടെ ഫോണിൽ 7 പേര് കൂടി ഒരാൾ തള്ളി അടിച്ചിട്ടിരുന്നാൽ മതി, നല്ല പ്രാർത്ഥനയായിരിക്കും. ഉണ്ടോ? അല്ല, അയാൾ മിണ്ടാതെ വരികയും തലേദിവസം നിങ്ങൾ അടിച്ച് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം വോട്ടും പ്രാർത്ഥന ഉണ്ട്. 1 കേട്ടോ നമ്മുടെ കൊടുക്കും. പക്ഷെ കളിപ്പിക്കാൻ സാധിക്കുമോ? എല്ലാത്തിനും ആരെങ്കിലും സാധിക്കില്ല. ഇതുകൊണ്ടാണ് പശ്ചാത്താപം എടുക്കണം. ഉണ്ടോ? ജോലിയിൽ 2:12-13 എന്താ വേണ്ടത്? എന്റെ ഹൃദയമല്ല വസ്ത്രമാണെങ്കിൽ ഹൃദയമല്ല, വസ്ത്രമല്ല, ഹൃദയമാണ് മാറ്റേണ്ടത്. വസ്ത്രമല്ല, ഹൃദയമാണ് മാറ്റേണ്ടത്. അത് റോമ 2:29 എന്താണ്? ആന്തരിക പരിച്ഛേദനമാണ്, ആത്മാവിന്റെ പരിച്ഛേദനമാണ്.